നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ശതകോടീശ്വരന്മാരുടെ നാടായി അറിയപ്പെടുന്ന നഗരങ്ങളാണ് ന്യൂയോർക്കും പാരീസും ലണ്ടനുമെല്ലാം. ഈ ഗണത്തിലേക്ക് കുറേ കാലമായി ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ട് ദുബായ്. എന്നാൽ അടുത്ത കാലത്തായി കോടീശ്വരന്മാരുടെ ഇഷ്ട നഗരങ്ങളുടെ പട്ടികയിൽ നിന്ന് ലണ്ടൻ പടിയിറങ്ങി വരികയാണ്. ലണ്ടൻ മാത്രമല്ല, ബ്രിട്ടനെ മൊത്തമായി ഒഴിവാക്കാൻ താല്പര്യപ്പെടുകയാണത്രേ മിക്ക ധനികരും. ബ്രിട്ടൻ ഒഴിവാക്കി മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാമെന്ന് കോടീശ്വരന്മാർ തീരുമാനിക്കാൻ പ്രധാന കാരണം സമീപകാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നടപ്പാക്കിയ നികുതി പരിഷ്കരണമാണ്. അതേസമയം യുഎഇയിലേക്ക് കൂടുതൽ കോടീശ്വരന്മാർ വരുന്നതിന് കാരണം അവിടെയുള്ള നികുതി ഇളവുകളാണ്. ബ്രിട്ടൻ ഒഴിവാക്കി യുഎഇ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ശ്രാവിൺ ഭാരതി മിത്തൽ. 37കാരനായ ശ്രാവിൺ മിത്തൽ ഇന്ത്യയിലെ സമ്പന്നരായ മിത്തൽ കുടുംബത്തിലെ അംഗമാണ്. സുനിൽ ഭാരതി മിത്തലിന്റെ മകനായ അദ്ദേഹം വർഷങ്ങളായി ബ്രിട്ടനിലാണ് താമസവും ബിസിനസ്സും. ബ്രിട്ടനിലെ പ്രമുഖ ടെലികോം കമ്പനിയായ BT ഗ്രൂപ്പിന്റെ പ്രധാന ഓഹരി ഉടമകളിൽ ഒരാളാണ് ഈ യുവാവ്. ഇദ്ദേഹം യുഎഇയിലേക്ക് താമസം മാറ്റിയെന്നാണ് പുതിയ വാർത്ത. വിദേശ വംശജരായ കോടീശ്വരന്മാർക്ക് ബ്രിട്ടനിൽ നികുതി കാര്യത്തിൽ ലഭിച്ചിരുന്ന സംരക്ഷണം അടുത്തിടെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ലണ്ടൻ കേന്ദ്രമായി ശ്രാവിൺ രൂപീകരിച്ച അൺബൗണ്ട് എന്ന നിക്ഷേപ കമ്പനിയുടെ ബ്രാഞ്ച് ഇപ്പോൾ അബുദാബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ശ്രാവിൺ ലണ്ടൻ വിട്ട് യുഎഇയിലേക്ക് താമസം മാറിയതിന്റെ സൂചനയായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കമ്പനിയുടെ രജിസ്ട്രേഷൻ. BT ഗ്രൂപ്പിന്റെ 24.5% ഓഹരി മിത്തൽ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഭാരതി ഗ്ലോബൽ ഹോൾഡിംഗ്സ് വഴിയാണ് കുടുംബം ഈ ഓഹരികൾ നിയന്ത്രിക്കുന്നത്. ഏകദേശം $2720 കോടി മൂല്യമുള്ളതാണ് ഈ നിക്ഷേപം. അതുകൊണ്ട് തന്നെ ശ്രാവിൺ ലണ്ടൻ വിട്ട് യുഎഇയിലേക്ക് താമസം മാറുന്നത് ബ്രിട്ടന് തിരിച്ചടിയാണ്, യുഎഇക്ക് നേട്ടവും. നികുതി പരിഷ്കരണം കാരണം നേരത്തെയും ചില കോടീശ്വരന്മാർ ബ്രിട്ടൻ വിട്ട് പോയിരുന്നു. അതിസമ്പന്നരായ പൗരന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് ബ്രിട്ടൻ അടുത്ത കാലം വരെ നികുതി ഇളവ് നൽകിയിരുന്നു. 15 വർഷം വരെ ഇക്കാര്യത്തിൽ ഇളവ് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. ഏപ്രിൽ മുതൽ ഇത്തരക്കാർക്ക് നികുതി ചുമത്തുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആദായ മാർഗമുള്ള മിത്തൽ കുടുംബത്തെ പോലുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ് ബ്രിട്ടന്റെ പുതിയ തീരുമാനം. അമേരിക്കയിലുള്ള വരുമാനത്തിനും ഫ്രാൻസിലുള്ള വരുമാനത്തിനും ഇന്ത്യയിലുള്ള വരുമാനത്തിനുമെല്ലാം ബ്രിട്ടനിൽ നിശ്ചിത നികുതി കൊടുക്കേണ്ട സാഹചര്യം വ്യവസായികൾക്ക് വലിയ തിരിച്ചടിയാകും. ഒന്നിലധികം രാജ്യങ്ങളിൽ നികുതി കൊടുക്കേണ്ട അവസ്ഥയാണ് അവരെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. എന്നാൽ യുഎഇയിലേക്ക് എന്തുകൊണ്ട് ആകർഷിക്കപ്പെടുന്നു എന്ന ചോദ്യമുണ്ട്. അവിടെയാണ് യുഎഇ നൽകുന്ന നികുതി ഇളവ് ചർച്ചയാവുക. യുഎഇയിൽ വ്യക്തിഗത ആദായ നികുതിയില്ല, മൂലധന നികുതിയും ഇല്ല. നിക്ഷേപകരെ ആകർഷിക്കാൻ യുഎഇ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. അതിലൊന്നാണ് 10 വർഷം താമസ അനുമതി നൽകുന്ന ഗോൾഡൻ വിസ. അതിസമ്പന്നരായ വ്യക്തികൾ യുഎഇയിലേക്ക് താമസം മാറുമ്പോൾ നടപടികൾ ലളിതവുമാണ്. യുഎഇയിലേക്ക് കോടീശ്വരന്മാർ താമസം മാറ്റുന്നു എന്നത് പ്രധാന കാര്യമാണ്. എന്നാൽ ബ്രിട്ടൻ വിട്ട് കോടീശ്വരന്മാർ പോകുന്നു എന്നത് വലിയ ചർച്ചയാണിന്ന്. ഇതുവഴി ബ്രിട്ടന്റെ വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിക്കുമെന്ന ആശങ്കയും സാമ്പത്തിക നിരീക്ഷകർ പങ്കുവച്ചിട്ടുണ്ട്.